നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിൽ പട്ടാപ്പകൽ വൻ കവർച്ച. 3 ലക്ഷത്തോളം രൂപയും സ്വർണവും കവർന്നു. മഞ്ചേശ്വരത്ത് 1 വർഷം മുമ്പ് കവർച്ച നടന്ന വീട്ടിൽ വീണ്ടും കള്ളൻ കയറി. നേരത്തെ നടന്ന കവർച്ചയിൽ പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നിരുന്നു. ചെങ്കള ചേറൂരിൽ അനധികൃതമായി സൂക്ഷിച്ച 200 ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. MV സക്രിയയുടെ വീട്ടിൽ നിന്നാണ് 40 കൊമേഴ്സ്യൽ സിലിണ്ടറുകളും 160 ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും പിടിച്ചെടുത്തത്. ഭാരത് ഗ്യാസ്, HP എന്നിവയുടെ ഗ്യാസിലുകളാണ് പിടികൂടിയത്. മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കാനെത്തിയപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഗ്യാസ് ശേഖരം കണ്ടെത്തിയത്. പിടിച്ചെടുത്ത സിലിണ്ടറുകളും മറ്റുപകരണങ്ങളും താൽക്കാലികമായി സൂക്ഷിക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് കൈമാറി. റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ കൃഷ്ണ നായിക് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ചന്ദ്രിക ഡയറക്ടറും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ വേർപാടിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റും പ്രഭാഷകനുമായ ഡോക്ടർ MB അബ്ദുസമദ് സമദാനി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം. ഞാറുനടിയിൽ ഉത്സവം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘം കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. നാട്ടിക്കാർഷിക പാഠശാലയിൽ മനം കവർന്ന് കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. അറബത്ത് വയലിൽ ഇതുവരെ നടന്ന 5 നാട്യ ഉത്സവങ്ങളിലും പ്രധാന പങ്കാളികളായിരുന്നു ഇവർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിൽ പട്ടാപ്പകൽ വൻ കവർച്ച. 3 ലക്ഷത്തോളം രൂപയും സ്വർണവും കവർന്നു. മഞ്ചേശ്വരത്ത് 1 വർഷം മുമ്പ് കവർച്ച നടന്ന വീട്ടിൽ വീണ്ടും കള്ളൻ കയറി. നേരത്തെ നടന്ന കവർച്ചയിൽ പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നിരുന്നു. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിൽ വൻ കവർച്ച. ഓഫീസിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷത്തോളം രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. മേശവലിപ്പ് പൊളിച്ചാണ് മോഷണം നടത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മച്ചമ്പാടി CM നഗറിലെ വീട്ടിലും കവർച്ച നടന്നു. പുച്ചത്തുബയൽ അടുക്കയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടിലെ CCTV ക്യാമറ ഉൾപ്പെടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അടിച്ചുമാറ്റുകയായിരുന്നു. അതേസമയം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്ന ഖലീലും കുടുംബവും CCTV ക്യാമറ ഫോണിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുകയായിരുന്നു. മുകളിലത്തെ നിലയിലെ പിൻവശത്തെ വാതിൽ കമ്പിപ്പാര കൊണ്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അകത്ത് കയറിയ മോഷ്ടാക്കൾ CCTVയുടെ കണക്ഷൻ വിച്ഛേദിച്ച് DVR കൊണ്ടുപോയി. 2024 മെയ് 20 ഇവിടെ നടന്ന കവർച്ചയിൽ അലമാരയിൽ സൂക്ഷിച്ച 9 ലക്ഷം രൂപയും 6 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. 5 മുറികളുടെയും വാതിൽ കുത്തിത്തുറന്ന് സാധന സാമഗ്രികൾ വാരി വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. മുകളിലെ നിലയിൽ അലമാരയിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത്. അലമാര ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാക്കളെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നടന്ന കവർച്ചയിൽ പോലീസ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്കള ചേറൂരിൽ അനധികൃതമായി സൂക്ഷിച്ച 200 ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. MV സക്രിയയുടെ വീട്ടിൽ നിന്നാണ് 40 കൊമേഴ്സ്യൽ സിലിണ്ടറുകളും 160 ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും പിടിച്ചെടുത്തത്.
ഭാരത് ഗ്യാസ്, HP എന്നിവയുടെ ഗ്യാസിലുകളാണ് പിടികൂടിയത്. മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കാനെത്തിയപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഗ്യാസ് ശേഖരം കണ്ടെത്തിയത്. പിടിച്ചെടുത്ത സിലിണ്ടറുകളും മറ്റുപകരണങ്ങളും താൽക്കാലികമായി സൂക്ഷിക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് കൈമാറി. റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ കൃഷ്ണ നായിക് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ചന്ദ്രിക ഡയറക്ടറും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ വേർപാടിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റും പ്രഭാഷകനുമായ ഡോക്ടർ MB അബ്ദുസമദ് സമദാനി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ചന്ദ്രിക ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ വേർപാടിന്റെ 5ാം വാർഷികത്തിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റും സാംസ്കാരിക കേരളത്തിന്റെ താരശോഭയുള്ള പ്രഭാഷകനുമായ ഡോക്ടർ MB അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ചിരകാല സുഹൃത്ത്, നമ്മുടെ പാർട്ടിയുടെ സമൂഹത്തിൻ്റെ പ്രഗത്ഭനായ പ്രസംഗകനും കൂടിയായ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബഷീർ വെള്ളിക്കോട്ട്, ഞാൻ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളുടെ ഒക്കെ പേര് പറയുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഇവിടെയും അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാനതിന് മുതിരുന്നില്ല. പേര് പറഞ്ഞാൽ വിട്ടുപോകുന്നത് ഉറപ്പാണ്. കാരണം വേദിയിൽ മാത്രമല്ല, സദസ്സിലും സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ കാഞ്ഞങ്ങാട്, കാസർഗോഡ് പ്രദേശങ്ങളിലെ വിവിധ മേഖലകളിലെ സമുന്നത വ്യക്തിത്വങ്ങൾ. പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മുസ്ലിം ലീഗ് ട്രഷററും മുൻ മന്ത്രിയുമായ CT അഹമ്മദ് അലി, ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, സഹഭാരവാഹികളായ KE ബക്കർ, അഡ്വക്കേറ്റ് NA ഖാലിദ്, 14 അബ്ദുറഹ്മാൻ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനസ് എതിർത്തോട്, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ, കർഷക സംഘം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി C മുഹമ്മദ് കുഞ്ഞി, സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം MP ജാഫർ, മുജീബ് മെട്രോ, ദേശീയ കൌൺസിൽ അംഗങ്ങളായ A ഹമീദ് ഹാജി, K മുഹമ്മദ് കുഞ്ഞി, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ ഷംസുദ്ദീൻ ആവിയിൽ, MP നൌഷാദ്, DAPL സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കൊലവയൽ, ഷാർജ ജില്ലാ KMCC വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ കല്ലുരാവി, വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ TK സുമയ്യ, ആയിഷ ഫർസാന, MSF ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി, STU നേതാവ് LK ഇബ്രാഹിം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുബാറക് ഹസൈനാർ ഹാജി, ഇബ്രാഹിം മൗലവി, ഇബ്രാഹിം കള്ളാർ, TP ഫാറൂഖ്, CM ഇബ്രാഹിം, ഇസ്ഹാഖ് കനകപ്പള്ളി, പോഷക ഘടകം മണ്ഡലം പ്രസിഡന്റുമാരായ നദീർ കുത്തിക്കാൽ, യാസിൻ മീനാപ്പീസ്, ഖദീജ ഹമീദ്, P അബൂബക്കർ, ബഷീർ കല്ലിങ്കാൽ, ഖാലിദ് പാലക്കി, അൻവർ തായന്നൂർ, CH സെന്റർ ട്രഷറർ CH അഹമ്മദ് കുഞ്ഞി ഹാജി എന്നിവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി KK ബദറുദ്ദീൻ സ്വാഗതവും ട്രഷറർ CK റഹ്മത്തുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം, ഞാറുനടിയിൽ ഉത്സവം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിന് കീഴിൽ വരുന്ന ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2026 നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായുള്ള കൂവം അളക്കുന്നതിനുള്ള ആവശ്യമായ നെല്ലിനായി ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്ന സ്ഥാനികരും തറവാട്ടംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാറ്റടിയുമായി വയലിലേക്ക് പുറപ്പെട്ടു. ചേറ്റുകുണ്ട റെയിൽവേ ലൈനിന് പടിഞ്ഞാറ് വശത്തായുള്ള ആവിയിൽ പാടശേഖരത്തെ 2 ഏക്കർ വയലിലാണ് നെൽകൃഷിക്കായുള്ള ഞാറുനടിയിൽ നടന്നത്. സ്ഥാനികരും തറവാട്ടംഗങ്ങളും മറ്റ് ഭക്തജനങ്ങളും ചേർന്ന് ഞാറുനടിയിലിന് തുടക്കം കുറിച്ചു. തുടർന്ന് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഞാറുനടിയിൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു പ്രാരംഭ ചടങ്ങ് എന്ന നിലക്കാണ് നമ്മളിന്ന് ഇവിടെ നാട്ടി നട്ടുകൊണ്ട്
ഇതിൻ്റെ ഒരു ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ 9:20 വരെയാണ് ഇതിൻ്റെ ശുഭമുഹൂർത്തം എന്ന് കത്തിലുണ്ടായിരുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാവിലെ തന്നെ വരാൻ വേണ്ടി ഒരുങ്ങിയതാണ്. പക്ഷേ ചടങ്ങ് കുറച്ചും കൂടെ വൈകിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് 10 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ വരുമായിരുന്നു. ഞാൻ തൃശ്ശൂർ പോയിട്ട് ഈ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വരുന്നു. ഇന്നലെ തന്നെ ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത് തൃശ്ശൂരിൽ. ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി പ്രസിഡന്റ് എം പ്രേംകുമാർ മീത്തൽ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ബാസ് തെക്കുപുറം, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ KV ജ്യോതിഷ് കാരണവർ, പള്ളിക്കര കൃഷി ഓഫീസർ PV ജലേഷൻ, പാലക്കുന്ന് കഴകം മുൻ പ്രസിഡന്റ് ഉദയമംഗലം സുകുമാരൻ, പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്രം ജനറൽ സെക്രട്ടറി M കൃഷ്ണൻ, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുപത്ത്, സുകുമാരൻ പൂച്ചക്കാട്, പാലക്കുന്ന് കഴകം വൈസ് പ്രസിഡന്റുമാരായ KV അപ്പ, കൃഷ്ണൻ ചട്ടംജാൽ, ഗജാൻജി PV ചിത്രബാനു, സെക്രട്ടറി KV ഗിരീഷ് ബാബു, പാടശേഖര സമിതി സെക്രട്ടറി T സുധാകരൻ, കൃഷി അസിസ്റ്റന്റ് C ബാബു, P രാജൻ, ഐശ്വര്യകുമാരൻ, V സുനിത, തറവാട് സെക്രട്ടറി രാജു ഇട്ടമ്മൽ, ഗജാൻജി ശശി കൊളവയൽ എന്നിവർ സംസാരിച്ചു. ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി സെക്രട്ടറി K സുകുമാരൻ സ്വാഗതവും തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തിങ്ങാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘം കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ ആരംഭിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, 2022 ജൂലൈ മുതൽ കുടിശ്ശികയായ 18% ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് സംസ്ഥാന സെക്രട്ടറി KT മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശമ്പള പരിഷ്കരണം ഡ്യൂ ആയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പോലും കമ്മീഷൻ വേണോ, അതിന് ധനകാര്യ സെക്രട്ടറിമാരുടെ കമ്മിറ്റി വേണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആശങ്കയാണ് സർക്കാരിന്റെ മുന്നിലുള്ളത്. ഇനി കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അവസ്ഥ നോക്കിയാൽ നമുക്കൊക്കെ അറിയാൻ പറ്റും. 2019 ജൂലൈ 1 മുതൽ നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 മാർച്ച് 1 മുതൽ നമുക്കൊക്കെ ലഭിച്ചു. അപ്പോൾ 2019 ജൂലൈ 1 മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള കുടിശ്ശിക നീണ്ട 5 വർഷകാലത്തിന് ശേഷം കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പെൻഷൻകാരുടെ ഒക്കെ അക്കൗണ്ടിൽ എത്തിയത്. സർക്കാർ ജീവനക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് 4 വർഷത്തേക്ക് പിൻവലിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ PF-ലേക്കാണ് ആ കുടിശ്ശിക പണം നിക്ഷേപിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് B നാഗരാജ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മുത്തുകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഈശ്വർ റാവു, സവിത ടീച്ചർ, നാരായണൻ മാസ്റ്റർ, അശോക് ബാഡൂർ, ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ കേളോത്ത് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK കുഞ്ഞമ്പു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് അനുമോദിച്ചത്. കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല സന്ദേശങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകണമെന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെയൊരു പരിപാടി ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കാണാറില്ല, വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ, അതേപോലെയുള്ള ആധ്യാത്മിക കാര്യങ്ങളൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് സാധാരണഗതിക്ക് നടക്കുന്നത്. പക്ഷെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ
ഇതൊരു ഉദ്ദേശം കൂടിയുണ്ട്. കുറേ കൂടി സാമൂഹികവൽക്കരിക്കപ്പെടണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി വഴി നടക്കുന്നത്. അനുമോദന പരിപാടികൾക്കിടയിലെല്ലാം ഞാൻ കുഞ്ഞുങ്ങളോട് സൂചിപ്പിക്കാറുള്ളൊരു കാര്യം, നമുക്കൊരു അനുമോദനം കിട്ടുന്ന സമയത്ത് സാധാരണ മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ മിടുക്കനായി ഇനി അങ്ങോട്ടത് മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു തുള്ളി പോലും മുൻപോട്ട് ചലിക്കാൻ വേണ്ടി കഴിയില്ല. ക്ഷേത്രം സെക്രട്ടറി VM ബാലകൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ദാമോദരൻ, റിട്ടയർഡ് AEO ജയരാജൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്ഷേത്രം ഖജാൻജി രാജീവൻ ഗുരുപുരം നന്ദി അർപ്പിച്ച് സംസാരിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി സമർപ്പണ സഭ, ഭജന, അന്നദാനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാട്ടിക്കാർഷിക പാഠശാലയിൽ മനം കവർന്ന് കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. അരവത്തുവയലിൽ ഇതുവരെ നടന്ന 5 നാട്യോത്സവങ്ങളിലും പ്രധാന പങ്കാളികളായിരുന്നു ഇവർ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് NSS വിദ്യാർത്ഥിനികൾ പുലരി അരവത്ത് BMC ഉദുമ എന്നിവർ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ നാട്ടി കാർഷിക പാഠശാലയിലെ നെൽകൃഷിയിൽ പങ്കാളികളായി. അരവത്ത് വയലിൽ ഇതുവരെ നടന്ന 5 നാട്യോത്സവങ്ങളിലും പ്രധാന പങ്കാളികളായ MRSലെ വിദ്യാർത്ഥിനികൾ ഈ വർഷം പ്രിൻസിപ്പൽ അരുൺകുമാർ SR, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ CV, അധ്യാപകരായ വിനോദ് കുമാർ M, വാണി B, പ്രസാദ് KK, ഷിൽജിത്ത് M എന്നിവരുടെ നേതൃത്വത്തിലാണ് വയലിലെത്തിയത്. കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ 400ഓളം പെൺകുട്ടികൾ താമസിച്ച് പഠിക്കുന്ന MRSലെ കാർഷിക വൃത്തിയെ നെഞ്ചോട് ചേർക്കുന്ന NSS വളണ്ടിയർമാർ ക്യാമ്പസിനകത്തെ പഠനത്തിനൊപ്പം ഫീൽഡ് വർക്കിന്റെ ഭാഗമായാണ് മുക്കുണ്ട് വയലിൽ എത്തിയത്. സംഗീതാധ്യാപകനായ പ്രസാദിന്റെ നേതൃത്വത്തിൽ നാട്ടിപ്പാട്ടും നാടൻ പാട്ടുമായി വയലിലും വരമ്പത്തും വളണ്ടിയർമാർ നിറഞ്ഞു നിന്നു. നാട്ടി ഉത്സവത്തിൽ പങ്കെടുത്തതിനുള്ള പ്രശസ്തി പത്രം സ്കൂൾ അധികൃതരും NSS വോളണ്ടിയേഴ്സും ചേർന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്നും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂരിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടം. വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുകയും സ്കൂട്ടറുകളുടെ സീറ്റുകളും മറ്റും കടിച്ചുകീറി നശിപ്പിക്കുകയും ചെയ്തു. ടൗണിനടുത്തുള്ള പേക്കടത്തെ ഒരു വീട്ടിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യം കണ്ടാൽ രാത്രി വീട്ടിന് പുറത്തിറങ്ങാൻ ആരും മടിക്കും. തൃക്കരിപ്പൂർ ടൗണിലെ സൈക്കിൾ വ്യാപാരി പേക്കടത്തെ AG ദാവൂദിന്റെ വീടിന്റെ കാർ പോർച്ചിൽ രാത്രിയും പുലർച്ചെയുമായി എത്തിയ തെരുവു നായ്ക്കൾ ദാവൂദിന്റെയും മരുമകൻ നിഹാലിന്റെയും നിർത്തിയിട്ട സ്കൂട്ടറുകൾക്ക് നേരെയാണ് അക്രമം അഴിച്ചുവിട്ടത്. സീറ്റുകൾ കടിച്ചും മാന്തിയും കീറി നശിപ്പിക്കുകയാണ് ചെയ്തത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തുറന്നോ എന്ന് നോക്കിയാണ് നായകൾ സ്കൂട്ടറുകൾക്ക് നാശം വരുത്തിയത്. തൃക്കരിപ്പൂരിലെ പല പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ടൗണിലെ വ്യാപാരി പൊറോപ്പാട്ടെ PP നാസറിന്റെ വീട്ടിലെ 5 കോഴികളെയാണ് നായ്ക്കൾ കടിച്ചെടുത്ത് കൊണ്ടുപോയത്. തൊട്ടടുത്തെ വൾവക്കാട്ടെ പുത്തലത്ത് അബൂബക്കറിന്റെ വീട്ടിലെ 10 കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. സ്കൂളുകളിലും മദ്രസകളിലും പോകുന്ന വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. ഉർമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി ഗംഗാധരൻ PVയും സെക്രട്ടറിയായി അർജുനൻ തായലങ്ങാടിയും സ്ഥാനമേറ്റു. പുതുതായി ആരംഭിച്ച റോട്ടറി കാസർഗോഡ് മിഡ് ടൗൺ പ്രസിഡന്റായി ഗംഗാധരൻ PVയും സെക്രട്ടറിയായി അർജുനൻ തായലങ്ങാടിയും കാസർഗോഡ് റോട്ടറി ഭവനിൽ നടന്ന ചടങ്ങിൽ സ്ഥാനമേറ്റു. ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Rotary is not a charitable organization, yet its activities exemplify charity, and Rotarians do believe that we have a responsibility to help others. Rotary is not a religious organization, but it is built on the eternal principles which makes Rotarians to take part in Rotary programs regularly and religiously. Rotary is a membership organization doing service. Rotary is a global network of 1.2 million neighbors, friends, leaders and problem solvers who see a world where people unite and take action to create lasting change across the globe in our communities and also in ourselves. കാസർഗോഡ് റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ B. നാരായണ നായിക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീധരൻ നമ്പ്യാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സോണൽ കോർഡിനേറ്റർ MK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഗവർണർ ഹരീഷ് VV, GGR, ഡോക്ടർ ജനാർദ്ദന നായിക്, നിയുക്ത പ്രസിഡന്റ് നിഹാൽ ജോയ്, ഡോക്ടർ സുധാ സന്തോഷ്, ദിനേശ് MT, അഡ്വക്കേറ്റ് ബെന്നി ജോസ്, കാസർഗോഡ് മിഡ് ടൗൺ പ്രസിഡന്റ് ഗംഗാധരൻ PV, സെക്രട്ടറി അർജുനൻ തായലങ്ങാടി, ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡോക്ടർ CA ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ച് കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ്. സേവനത്തിന് മികച്ച മാതൃകയായവരെ കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ചാർട്ടേഡ് അക്കൗണ്ട് ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിൽ ഈ മേഖലകളിൽ നിർണായക സംഭാവനകൾ നൽകിയവരെ ആദരിച്ചു. ഡോക്ടർ ബൽറാം നമ്പ്യാർ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ MK ജോസ്, ഡോക്ടർ ത്രേസ്യാമ ജോസ്, ഡോക്ടർ ജയപ്രസാദ് കോടോത്ത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരായ K. ശ്രീനിവാസ് ഷേണായി, HS ഭട്ട്, ജോർജ് തോമസ്, ആനന്ദ് ജോർജ് തുടങ്ങിയവരെ മേലാങ്കോട്ട് ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് ആദരിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ഇന്ന് 1-ാം തീയതിയായിട്ട് തുടക്കം കുറിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഡോക്ടേഴ്സ് ഡേ ആണ്. ഡോക്ടർമാരെയും CAമാരെയും ഞങ്ങൾ ആദരിച്ചു കഴിഞ്ഞു. തുടർന്ന് ഞങ്ങളെ തൊട്ട് മുമ്പിലുള്ള കണ്ണൻ നായർ സ്കൂളിൽ ഒരു നെല്ലി മരം നട്ട് കുട്ടികളെ കൊണ്ട് നെല്ലിമരം നട്ട് അവരെ കൊണ്ട് വെള്ളമൊഴിച്ച് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇനിയും പല കാര്യങ്ങളും ഇന്ന് ചെയ്യാനുണ്ട്. ഇന്നൊരു 7ഓളം പ്രൊജക്റ്റുകൾ ചെയ്യാനുണ്ട്. സെക്രട്ടറി മധു മഠത്തിൽ, ട്രഷറർ VV രാജേഷ്, ടൈറ്റസ് തോമസ്, K. ഗോപി, PP കുഞ്ഞികൃഷ്ണൻ നായർ, V. സജിത്ത്, P. ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രകൃതി സംരക്ഷണത്തിന് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക UP സ്കൂളിൽ ക്ലബ്ബ് അംഗങ്ങളും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുകയും 7ഓളം സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഐക്യപ്രസ്ഥാനമായ ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ അർദ്ധഫാസിസത്തിൽ നിന്നും നവഫാസിസത്തിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MP P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷത്തിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഐക്യപ്രസ്ഥാനമായ ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ അർദ്ധഫാസിസത്തിൽ നിന്നും നവഫാസിസത്തിലേക്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MP P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്ത് അധ്യായമായിട്ട് തന്നെയാണ് നമ്മുടെ അടിയന്തരാവസ്ഥയെ അല്ലെങ്കിൽ ചരിത്രം വിലയിരുത്തുന്നത്. 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അന്നത്തെ പ്രസിഡന്റ് ഉടനെ കിടക്കുന്ന സമയത്ത് പോയി വിളിച്ചുണർത്തിയിട്ട് പ്രസിഡന്റിന്റെ അനുവാദം വേണം, അദ്ദേഹത്തിൽ നിന്ന് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കി. ഡോക്ടർ C. ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ FSCTO ജില്ലാ പ്രസിഡന്റ്
കെ ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കേരള NGO യൂണിയൻ മുൻ നേതാവ് PP കുഞ്ഞികൃഷ്ണൻ, KSTA മുൻകാല നേതാക്കളായ K കണ്ണൻ, V നാരായണൻ, A മാധവൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. വിവിധ സംഘടനാ നേതാക്കളായ K രാഘവൻ, V ശോഭ, T ദാമോദരൻ, അനീഷ് PV, ബാബു, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതവും മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അവതരിപ്പിച്ച സുംബ ഡാൻസ് ശ്രദ്ധേയമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സുംബ ഡാൻസ് അവതരിപ്പിച്ചത്. കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ സുംബ ഡാൻസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. സ്കൂളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. ചടങ്ങിന് പ്രിൻസിപ്പൽ PM ബാബു അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ശാന്തകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തത്തിലൂടെ, ചെറിയ ചെറിയ കായികക്ഷമതയിലൂടെ, കായികാഭ്യാസത്തിലൂടെ, ഒരു കൂട്ടായ്മയിലൂടെ ലഹരിക്കെതിരെ പോരാടുക എന്നൊരു വലിയ ലക്ഷ്യത്തിലൂടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സൂപ്പ ഡാൻസ് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത്. ആ ഡാൻസ് തീർച്ചയായും ഒരു കായിക ഇനം എന്നതിനപ്പുറം, നമ്മുടെ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം എന്നതിനപ്പുറം മനസ്സിന് സന്തോഷം നൽകുന്ന ചെറു ചലനങ്ങളാണ് ഈ ഡാൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ചുവടുകൾ വയ്ക്കാൻ പറ്റുമ്പോൾ അത് ലഹരിക്കെതിരെ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായി, നന്മയിലേക്കുള്ള ഏറ്റവും വലിയൊരു പാതയായി മാറുകയാണ്. NSS പ്രോഗ്രാം ഓഫീസർ ജയരാജൻ K, കായികാധ്യാപകൻ ജനാർദ്ദനൻ K, സീനിയർ അസിസ്റ്റന്റ് സുപ്രിയ MB, സ്റ്റാഫ് സെക്രട്ടറി ലീന B, സന്ധ്യ K, കൃഷ്ണൻ PB, ചിത്രകലാ അധ്യാപകൻ ജസ്റ്റിൻ റാഫേൽ, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഹാജിറ MA തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോടോത്ത്. പുല്ലൂർപെരിയ പഞ്ചായത്ത് ഓണക്കനി നിറപ്പൊലിമ കുടുംബശ്രീ CDS തല ഉദ്ഘാടനം നടന്നു. അമ്പലത്തറയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണത്തിന് നാടാകെ സുഗന്ധവും സൗന്ദര്യവും പകരുന്നതിനായി തനത് പുഷ്പവും പച്ചക്കറികളും ഒരുക്കുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ പുല്ലൂർപെരിയ പഞ്ചായത്ത് കുടുംബശ്രീ CDSൽ തുടക്കമായി. 8ാം വാർഡ് അമ്പലത്തറ ടൗണിനോട് ചേർന്ന് പ്രകൃതി JLG അംഗങ്ങൾ മുൻകൈയെടുത്താണ് അര ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി, വാടാർമല്ലി തുടങ്ങിയ പുഷ്പകൃഷിയും തൊട്ടടുത്തായി അര ഏക്കർ സ്ഥലത്ത് ഒറ്റവിള പച്ചക്കറി കൃഷിയും നടത്തുന്നത്. നിഷ അരവിന്ദൻ, ഉമാ കൃഷ്ണൻ, ദീപ സജി, P ശോഭന, KC മോളി, രജനി ചന്ദ്രൻ, സന്ധ്യ രാജേഷ്, AC പത്മാവതി, K കുമാരി, നിമിഷ മനോജ് എന്നീ JLG അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. ഓണക്കാലത്ത് പൂക്കൾക്കുണ്ടാകുന്ന വിലവർദ്ധനവ് തടയുന്നതിനും വിഷരഹിതമായ തനത് ഉൽപ്പന്നങ്ങൾ നാട്ടിൽ ആകെ ലഭ്യമാക്കുന്നതിനുമാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓണവിപണി മുൻകൂട്ടി കണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ജനകീയ പങ്കാളിത്തത്താൽ നടന്ന നടീൽ ഉത്സവം വാർഡ് മെമ്പർ ഡോക്ടർ സവിത ചൂരിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡ് കുടുംബശ്രീ JLGയുടെ നേതൃത്വത്തിൽ നമ്മുടെ വാർഡിനകത്ത് 55 സെന്റ് സ്ഥലത്ത് ഓണത്തിന് വേണ്ടിയിട്ട് പച്ചക്കറിയും അതുപോലെ തന്നെ പൂക്കളും കൃഷി ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. നിറപ്പൊലിമ എന്ന പേരിലുള്ള പരിപാടി. സാധാരണഗതിയിൽ നമ്മുടെ നാടിനകത്ത് പൂക്കളും പച്ചക്കറികളും ഓണം അതുപോലുള്ള ഉത്സവങ്ങളിൽ അന്യനാടുകളിൽ നിന്ന്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൃഷി ചെയ്ത പച്ചക്കറികളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അത് വലിയ വില കൊടുത്ത് ആളുകൾ വാങ്ങിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. പക്ഷേ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള സംരംഭത്തിലൂടെ നമ്മുടെ നാടിനകത്ത് ന്യായമായ വിലയിൽ ഏറ്റവും ഗുണമേന്മയുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പൂക്കളും ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സംരംഭത്തിൻ്റെ. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VV സുനിത അധ്യക്ഷത വഹിച്ചു. 7ാം വാർഡ് മെമ്പർ AV കുഞ്ഞമ്പു, ജില്ലാ മിഷൻ അംഗങ്ങളായ A രജനി, K നിമിഷ, P മനീഷ, M രേഖ, B മുരളി എന്നിവർ സംസാരിച്ചു. 8ാം വാർഡ് CDS മെമ്പർ നിഷ അരവിന്ദൻ സ്വാഗതവും C ജയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആതുര സേവന രംഗത്തെ ഡോക്ടർമാർക്ക് ആദരവർപ്പിച്ചു തൃക്കരിപ്പൂരിൽ സൈക്ലിംഗ് ക്ലബ് നേതൃത്വത്തിൽ സൈക്കിൾ റൈഡ് നടത്തി. തീരദേശ പാതയിലൂടെ തൃക്കരിപ്പൂരിൽ നിന്നും നീലേശ്വരം വരെയും തിരിച്ചുമായിരുന്നു സൈക്കിൾ യാത്ര. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രി ഡോക്ടർ BC റോയിയുടെ സ്മരണയിലാണ് ദേശീയ തലത്തിൽ ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു വരുന്നത്. വെല്ലുവിളി നിറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങളും യുദ്ധങ്ങളിലും ജീവൻ നഷ്ടമായ ഡോക്ടർമാരെ അനുസ്മരിച്ചാണ് തൃക്കരിപ്പൂർ മുതൽ നീലേശ്വരം വരെ തിരിച്ചും സൈക്കിൾ യാത്ര നടത്തിയത്. ഇന്ന് ജൂലൈ 1 ഇന്ത്യ ഒട്ടുക്കും
ഡോക്ടേഴ്സ് ഡേ ആചരിക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന BC റോയിയുടെ ജന്മദിനവും അതുപോലെ തന്നെ മരിച്ച ദിവസവും ഈ ജൂലൈ 1 തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പോയി ഒരുപാട് രോഗികളെ പരിശോധിക്കുകയും നല്ലൊരു ജനസേവനം നടത്തുകയും ചെയ്തിരുന്ന BC റോയിയുടെ ഓർമ്മക്കാണ് നമ്മൾ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരുപാട് വെല്ലുവിളി നേരിടുന്നൊരു സമയമാണ്. ഹോസ്പിറ്റൽ അറ്റാക്കുകൾ കൂടുന്നു, ഡോക്ടേഴ്സിനെതിരെയുള്ള അറ്റാക്കുകൾ കൂടുന്നു. അപ്പോൾ അതിനെതിരെ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതും അത്രത്തോളം ഫലപ്രദമായി എന്ന് അറിയില്ല. കാരണം ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ നല്ലൊരു ശിക്ഷാ നടപടികളും ഇതൊക്കെ ഹോസ്പിറ്റലിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ശിക്ഷാ നടപടിയൊക്കെ ഉണ്ട്. അനുബന്ധിച്ച് നടന്ന ആദര ചടങ്ങിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ T അബ്ദുൾ ജലീൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി അരുൺ നാരായണൻ, ട്രഷറർ ഇർഷാദ് ഇസ്മായിൽ, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് കുഞ്ഞുവീട്ടിൽ എന്നിവർ സംസാരിച്ചു. സൈക്കിൾ റൈഡിന് റഹ്മാൻ കാങ്കോൽ, സുബിൻ അച്ചാംതുരുത്തി, മുസ്തഫ മാത്താണ്ടൻ, BC യാസിർ, KV ഷാജി, MCT സിഫ്സീർ, കാർത്തിക് രാജ് എടാട്ടുമൽ, AK ഷൌക്കത്ത് അലി, AG ഫായിസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഈ പ്ലാനറ്റ് മൺസൂൺ സൂപ്പർ സെയിലിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുപ്പ് വിജയിക്ക് സമ്മാനം നൽകി. 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സമ്മാനിച്ചു. ഈ പ്ലാനറ്റ് മൺസൂൺ സൂപ്പർ സെയിലിന്റെ ഭാഗമായി വാഷിംഗ് മെഷീൻ വാങ്ങുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ചാമുണ്ടിക്കുന്ന് സ്വദേശി സുമേഷിനുള്ള സമ്മാനം വിതരണം ചെയ്തു. 10,000 രൂപ അടങ്ങുന്ന ക്യാഷ് പ്രൈസാണ് സമ്മാനത്തുക. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സമ്മാനത്തുക സുമേഷിന് കൈമാറി. രണ്ടാമത്തെ തവണയാണ് ഇന്നത്തെ ഒരു പരിപാടിയുമായി ഈ പ്ലാന്റിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ലക്കി ഡ്രോ എന്നുള്ളത്. നമുക്കറിയാം, ലക്കി ഡ്രോ വന്നിട്ട് പാണ്ടിക്കാട് കുഞ്ഞിനെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് കഥകൾ നടക്കുന്ന സമയത്ത് നേരിട്ട് നമ്മളെ ദൃശ്യമാധ്യമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ നാട്ടുകാരെ കാണുന്ന വിധത്തിൽ കൊടുക്കുകയും വാങ്ങുകയും നിറക്കെടുപ്പ് എടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ാണ് ഈ പ്ലാനറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഈ മാനേജ്മെന്റിന് എല്ലാവിധ നന്ദി കടപ്പാട് അറിയിക്കുന്നു. നല്ലൊരു പ്രവർത്തനമാണ്. ഇവര് പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുക എന്നത് വലിയൊരു കടമയാണ്, കർത്തവ്യമാണ്. നല്ലൊരു കയ്യടി നിൽക്കുന്നത്. തുടർന്ന് അടുത്ത സമ്മാന വിജയിയെ പ്രഖ്യാപിച്ചു. ഞാണിക്കടവ് സ്വദേശി ഹന്നത്താണ് സമ്മാനത്തിന് അർഹയായത്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരനാണ് സമ്മാന വിജയിയെ തെരഞ്ഞെടുത്തത്. ചടങ്ങിൽ ഈ പ്ലാനറ്റ് മാനേജിംഗ് പാർട്ണർ മുഹമ്മദ് കുഞ്ഞി, റീജിയണൽ മാനേജർ രഹനാസ്, ബ്രാഞ്ച് മാനേജർ അഭിജിത്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിൽ പട്ടാപ്പകൽ വൻ കവർച്ച. 3 ലക്ഷത്തോളം രൂപയും സ്വർണവും കവർന്നു. മഞ്ചേശ്വരത്ത് 1 വർഷം മുമ്പ് കവർച്ച നടന്ന വീട്ടിൽ വീണ്ടും കള്ളൻ കയറി. നേരത്തെ നടന്ന കവർച്ചയിൽ പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നിരുന്നു. ചെങ്കള ചേറൂരിൽ അനധികൃതമായി സൂക്ഷിച്ച 200 ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. MV സക്രിയയുടെ വീട്ടിൽ നിന്നാണ് 40 കൊമേഴ്സ്യൽ സിലിണ്ടറുകളും 160 ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും പിടിച്ചെടുത്തത്. ഭാരത് ഗ്യാസ്, HP എന്നിവയുടെ ഗ്യാസിലുകളാണ് പിടികൂടിയത്. മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പരിശോധിക്കാനെത്തിയപ്പോഴാണ് ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത്. DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ഗ്യാസ് ശേഖരം കണ്ടെത്തിയത്. പിടിച്ചെടുത്ത സിലിണ്ടറുകളും മറ്റുപകരണങ്ങളും താൽക്കാലികമായി സൂക്ഷിക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് കൈമാറി. റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ കൃഷ്ണ നായിക് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ചന്ദ്രിക ഡയറക്ടറും മതസാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ വേർപാടിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റും പ്രഭാഷകനുമായ ഡോക്ടർ MB അബ്ദു സമദ് സമദാനി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേറ്റുകുണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവം. ഞാറുനടിയിൽ ഉത്സവം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ്
കാസർഗോഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തും. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. ഗുരുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. LSS, USS, SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ വച്ച് അനുമോദിച്ചത്. നാട്ടിക്കാർഷിക പാഠശാലയിൽ മനം കവർന്ന് കാസർഗോഡ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. അറബത്ത് വയലിൽ ഇതുവരെ നടന്ന 5 നാട്യോത്സവങ്ങളിലും പ്രധാന പങ്കാളികളായിരുന്നു ഇവർ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.